മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് സഹസ്രനാമത്തിൽ 82-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ശ്ലോകം: ചതുർമൂർത്തിശ്ചതുർബാഹുശ്ചതുർവ്യൂഹശ്ചതുർഗതി ചതുരാത്മാ ചതുർഭാവശ്ചതുർവേദവിദേകപാത്. ആദ്യത്തെ നാമം ചതുർമൂർത്തി എന്ന്. 4 മൂർത്തികൾ ഉള്ളവൻ ഭഗവാൻ. 4 മൂർത്തികളുണ്ട് എന്നാണ് പറയണത്. ഏതാണ് ഈ 4 മൂർത്തികൾ? 2 തരത്തിൽ അർത്ഥം പറയുന്നുണ്ട്. 4 മൂർത്തികളുടെ പേര്, ഭഗവാന്റേതായിട്ടുള്ള 4 മൂർത്തികൾ 2 തരത്തിലാണ് പറയണത്. ഒന്ന് ചതുർമൂർത്തി എന്നുള്ളതിന് ചതുസ്ര മൂർത്തയ ഏതൊക്കെയാണ്? വിരാട് പുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരാട് പുരുഷൻ ആയിട്ടാണ് ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ സങ്കല്പത്തിൽ വന്നിട്ടുള്ളത്. വിരാട് പുരുഷനായിട്ടാണ്. അതാണ് വിരാട് പുരുഷൻ. അതായത് പ്രപഞ്ചാകാരമായിട്ടുള്ള ഒരു പുരുഷനെ, ആത്മാവിനെ, ശരീരത്തോടു കൂടിയതായിട്ടുള്ള ഒരു കേവലം ആത്മാവല്ല, നിർവികൽപ്പമായിട്ടുള്ള ആത്മാവിനെ അല്ല, അവിടെ ആ വിയുക്തായിട്ടുള്ളതായിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ശരീരം ധരിച്ചിട്ടുള്ളതായ ഒരു പുരുഷാകാരമായിട്ട് ആണ് ആ സങ്കല്പം. വിരാട് പുരുഷൻ്റെ ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയും. അത് ആ പുരുഷനെയാണ് അവിടെ ഒന്നാമത്തെ ആയിട്ട് പറയണത്. ചതുസ്ര മൂർത്തയ, 4 മൂർത്തികളിൽ ഒന്ന് വിരാട് പുരുഷൻ. പിന്നെ ഒന്ന് സൂത്രാത്മാവ്. സൂത്രാത്മാവ് എന്ന് പറഞ്ഞാൽ ഓരോ ജീവിയുടെയും ഹൃദയ അന്തർഭാഗത്ത് ഉപഹിതമായിട്ട് വസിക്കുന്നതായിട്ടുള്ള ആത്മാവിനെ ആണ് സൂത്രാത്മാവ് എന്ന് പറയുന്നത്. അതായത് ഓരോ ജീവയുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ശരീരോപഹിതമായിട്ട് വസിക്കുന്നതായിട്ടുള്ള ആത്മാവിനെയാണ് സൂത്രാത്മാവ് എന്ന് പറയണത്. മറ്റത് വിരാട് പുരുഷനാവുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉപഹിതമായിട്ട് വസിക്കുന്നതായിട്ടുള്ള ആത്മാവിനെ വിരാട് പുരുഷൻ എന്ന് പറയുന്നു, സൂത്രാത്മാവ്. പിന്നെ മൂന്നാമത്തേത് അവ്യാകൃതം എന്നുള്ളത്. അവ്യാകൃതമാവുമ്പോൾ പ്രകൃതിയിൽ നിന്ന് മഹത്ത അഹങ്കാരം അങ്ങനെയാണല്ലോ എൻ്റെ ഒരു നിലയുള്ളത്. അത് അവ്യാകൃതമായിട്ട് യാതൊരു തരത്തിലുള്ളതായ മാറ്റവും സംഭവിക്കാതെ പ്രകൃതി മാത്രമായിട്ടുള്ള ത്രിഗുണാത്മകമായിട്ടുള്ള ത്രിഗുണങ്ങളുടെ ലയിച്ച ഭാവനയോടു കൂടിയിട്ട് ഒരേ സന്തുലിതാവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടുള്ള പ്രകൃതി, അതിനെയാണ് പ്രധാനം എന്നും ഒക്കെ പറയണത്. അത് ആ പ്രകൃതി തന്നെയാണ് ഇവിടെ അവ്യാകൃത പ്രകൃതി എന്ന് പറയണത്. അവ്യാകൃതമായിട്ടുള്ള വികാരങ്ങളൊന്നും സംഭവിക്കാത്തതായിട്ടുള്ള പ്രകൃതി, അതാണ് അവ്യാകൃത സ്വരൂപം എന്ന് പറയണത്. അങ്ങനെ 4 എന്നുള്ളത്, അതായത് ചതുർമൂർത്തി എന്നുള്ളത് 4 മൂർത്തികൾ: വിരാട് പുരുഷൻ, സൂത്രാത്മാവ്, അവ്യാകൃത പ്രകൃതി, പിന്നെ ഒടുക്കത്തെ തുരീയാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരമാത്മാവ് എന്നുള്ളതായിട്ടുള്ള അവസ്ഥയ്ക്കാണ് തുരീയാവസ്ഥ എന്ന് പറയുന്നത്. ആ തുരീയാവസ്ഥ എന്ന് നമ്മൾ അനുഭവത്തിൽ പറയുമ്പോൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ 3 അവസ്ഥയും കഴിഞ്ഞിട്ട് മീതയായിട്ട് ഉള്ളതായിട്ടുള്ള ഒരു അവസ്ഥയാണ് തുരീയാവസ്ഥ എന്ന് പറയുന്നത്. ആ അവസ്ഥയിലുള്ളതായിട്ടുള്ള ബോധത്തിന് വിഷയമായിത്തീരുന്ന, അല്ലെങ്കിൽ അനുഭവവേദ്യമായിത്തീരുന്ന ബ്രഹ്മം, അതിനെയാണ് തുരീയം എന്ന് പറയുന്നത് എന്ന്. അത് എന്താണ് എന്ന് പറഞ്ഞാൽ, ജാഗ്രത അവസ്ഥയിൽ നമുക്ക് പ്രപഞ്ചത്തിലുള്ള സർവ്വതും നമുക്ക് കാണാം, അല്ലേ? നമ്മൾ ഉണർന്നിരിക്കുന്നതായിട്ടുള്ള സമയത്ത് മുമ്പിലുള്ളതായിട്ടുള്ള വസ്തുക്കളെയൊക്കെ കാണാം, കേൾക്കാം, തൊട്ടറിയാം, എല്ലാ വിധത്തിലും അറിയാൻ സാധിക്കും. അങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥ ജാഗ്രത അവസ്ഥ. സ്വപ്നാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് ഓരോരോ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്, അല്ലേ? ആ സമയത്ത് നമുക്ക് ബാഹ്യമായിട്ടുള്ളതിനെ കാണാൻ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി ഇല്ല. അവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണില്ല സ്വപ്നാവസ്ഥയിൽ. അതൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കണ സമയമാണ്. പക്ഷേ നമ്മുടെ അന്ധകരണം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അന്ധകരണം പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഓരോ സ്വപ്നത്തിൽ ഓരോന്ന് കാണാനായിട്ട് ഇടവരണത് എന്നുള്ളതാണ്. അതാണ് സ്വപ്നാവസ്ഥ. പിന്നെ സുഷുപ്തി അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഉറക്കം, സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളതായിട്ടുള്ള നമുക്ക് ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ സ്വപ്നമൊന്നും കണ്ടില്ല, ഒന്നും അറിഞ്ഞില്ല, ഒരു ബോധം, സുഖമായിട്ട് ഉറങ്ങി. നമുക്കൊരു തോന്നലുണ്ടാവണില്ലേ? ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നമൊന്നും കാണാതെ കണ്ടുള്ളതായിട്ടുള്ള ഉറക്കം ഉണ്ടായാൽ അപ്പോൾ നമ്മൾ പറയും സുഖമായിട്ട് ഉറങ്ങി
ഒന്നും അറിയില്ല എന്നുള്ളതായിട്ടുള്ളൊരു ബോധം നമുക്കുണ്ടാവും. അപ്പോൾ ആ ബോധത്തിൽ നമുക്ക് ബുദ്ധി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, ബാക്കിയൊന്നും പ്രവർത്തിക്കണില്ല. ഈ ഇന്ദ്രിയങ്ങളും ഇല്ല, മറ്റതൊന്നുമില്ല, മനസ്സും പ്രവർത്തിക്കണില്ല, ബുദ്ധി മാത്രം, കേവലം ബുദ്ധി മാത്രം പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥയാണ് സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത്. ഇനി അതിനു മുകളിലായിട്ട് ഈ ബുദ്ധിയും ഇല്ലാതെ കണ്ട് വരുന്നു. ബുദ്ധിയും ഇല്ലാതെ കണ്ട് വരുമ്പോൾ നമ്മുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. അവിടെ ആ അവസ്ഥയിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും നമ്മൾ ഇല്ലാത്തതായിട്ടുള്ളൊരവസ്ഥ വരുന്നു. ആ അവസ്ഥയ്ക്കാണ് തുര്യാവസ്ഥ എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ തുര്യാവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ സംഭവത്തെയാണ് ഈ തുര്യം എന്നുള്ളത് പറയുന്നത്. ആ പരമാത്മാവിൻ്റെ യാതൊരു ഉപഹിതത്വവും ഇല്ലാതെ കണ്ട്, ഒരു ഉപാധികളും ഇല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ആ സ്വരൂപത്തെയാണ് തുര്യം എന്ന് പറയണത്. ഇങ്ങനെ ചതുർമൂർത്തികളാണ്. 4 മൂർത്തികളുള്ളതാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന് ചതുർമൂർത്തി എന്ന പേര്. അതായത് വിരാട്ട്, സൂത്രാത്മാവ്, അവ്യാകൃതം, പ്രധാനം അവ്യാകൃതമായിട്ടുള്ള വികാരങ്ങളൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഭാവം, പിന്നെ അത് കഴിഞ്ഞ് തുരീയ അവസ്ഥ. ഇങ്ങനെ 4 മൂർത്തികളോട് കൂടിയതായിട്ടുള്ള ഭഗവാൻ എന്നുള്ളതാണ് ചതുർമൂർത്തി എന്നുള്ളത്. അതല്ലെങ്കിൽ രണ്ടാമതൊരു വ്യാഖ്യാനം കൂടി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സീത, രക്ത, പീത, കൃഷ്ണ എന്നിങ്ങനെ 4 ഭാവങ്ങൾ. അതായത് ഭഗവാന്റെ ധ്യാനിക്കത്തക്കതായിട്ടുള്ള 4 രൂപങ്ങളെയാണ് പറയണത് ഈ സീത, രക്ത, പീത, കൃഷ്ണ എന്ന്. നാരായണീയത്തിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഈ 92-ാമത്തെ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകം ഈ 4 മൂർത്തികളെ കുറിച്ച് പറയണതാണ്. ശ്ലോകം ഞാൻ പറയാം. ശ്വേതഛായം കൃതേത്വം മുനിവര വപുഷം പ്രീണയന്തേ തപോഭിസ്പ്രേതായാം ശ്രുത്സ്രുവാദ്യങ്കിതമരുണതനും യജ്ഞരൂപം യജന്തേ സേവന്തേ തത്രവാർദ്ധീർവിലസദരിഗതം ദ്വാപരേ ശ്യാമളാംഗം നീലം സങ്കീർത്തനാദ്യൈരിഹ കരിസമയേ മാനുഷാസ്ത്വം ഭജന്തേ എന്നുള്ളതായിട്ടുള്ള ആ ശ്ലോകത്തിലാണ് ഈ ഭഗവാന്റെ 4 മൂർത്തികളെ കുറിച്ച് പറയണത്. 4 മൂർത്തികളെ കുറിച്ച് പറയുമ്പോൾ അവിടെ ശ്വേതഛായം, ശ്വേതരൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെ ആണ് കൃതയുഗത്തിൽ ആളുകൾ ഭജിക്കണത്. കൃതേത്വം മുനിവരവപുഷം, മുനി വടുവേഷമായിട്ടുള്ള ഭഗവാനെയാണ് ഭജിക്കണത് എന്നാണ്. വടുവേഷത്തിൽ ഉള്ളതായിട്ടുള്ള ഭഗവാനെ കൃതയുഗത്തിൽ ഭജിക്കണു എന്നാണ്. ഇനി ത്രേതായുഗത്തിൽ ത്രേതായാം ശ്രുത്സ്രുവാദ്യങ്കിതം അരുണതനും യജ്ഞരൂപം യജന്തേ. യജ്ഞരൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെ യജിക്കുക. അവിടെ യാഗമാണ് പ്രധാനം. യജ്ഞരൂപനാണ് ഭഗവാൻ. അതവിടെ അരുണവർണ്ണൻ, ചുമന്ന നിറത്തിലുള്ളതാണ് എന്നാണ് അവിടെ പറയണത്. പിന്നെ സേവന്തേ തന്ത്രമാർഗൈഹി വിലസദരിഗതം ദ്വാപരേ ശ്യാമളാംഗം. ശ്യാമളാംഗനായിട്ടുള്ള മഹാവിഷ്ണുവിനെ ആണ് വിലസദരിഗതം, ശംഖചക്രഗദാദികളോട് കൂടിയതായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെയാണ് ദ്വാപരയുഗത്തിൽ ഭജിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി കലിയുഗത്തിൽ നീലം സങ്കീർത്തനാദ്യൈരിഹ കലിസമയേ മാനുഷാസ്ത്വം ഭജന്തേ. നീലവർണ്ണത്തിലുള്ളതായിട്ടുള്ള കൃഷ്ണന്റെ രൂപത്തിലുള്ളതായ ഭഗവാനെയാണ് കലിയുഗത്തിൽ ജനങ്ങൾ ഭജിക്കുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 4 മൂർത്തികളെ ഭാഗവതത്തിലും ഇങ്ങനെ തന്നെയാണ് പറയണത്. ഈ 4 മൂർത്തികളെയാണ് ഒന്ന് ശ്വേതഛായം, വെളുത്ത നിറത്തിലുള്ളത്, പിന്നെ അരുണവർണ്ണമായിട്ടുള്ളത്, അരുണവർണ്ണം വെച്ചാൽ രക്തവർണ്ണമായിട്ടുള്ളത്, ശ്യാമളവർണ്ണനായിട്ടുള്ളത്, പിന്നെ നീലവർണ്ണൻ ആയിട്ടുള്ളതായിട്ടുള്ള കൃഷ്ണനെ. ഇങ്ങനെ 4 തരത്തിലാണ് പറയണത്. ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുമ്പോൾ അങ്ങനെയല്ല പറയണത്. വ്യാഖ്യാനത്തിൽ ശങ്കരാചാര്യർ പറയണത് സിത, രക്ത, പീത, കൃഷ്ണ എന്നാണ്. പീത എന്നാണ് അവിടെ ദ്വാപരയുഗത്തിൽ ഭജിക്കുന്നതായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ പീതവർണ്ണമായിട്ടാണ് പറയുന്നത്. പീതവർണ്ണം വെച്ചാൽ മഞ്ഞവർണ്ണം എന്നാണ്. ഒരുപക്ഷെ ആ മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുള്ളതായിട്ടുള്ള ഭഗവാനെ ആണ് ഭജിക്കണത് എന്നുള്ളത് കൊണ്ടായിരിക്കാം പീതവർണ്ണം എന്ന് പറയുന്നത്. പറയാൻ പറ്റില്ല എനിക്ക് അത് എന്താണ്, അങ്ങനെ ഏതാണ് അതിൽ ശരി എന്നുള്ള. ഭാഗവതത്തിലും നാരായണീയത്തിലും ഒക്കെ അതിൽ പറയണത് ഈ ശ്യാമളവർണ്ണൻ എന്നാണ്. ഇതിൽ പീതവർണ്ണം എന്നാണ് പറയണത്. ഇനിയിപ്പോൾ അത്
ഏതാണെന്നുള്ളത് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഏതൊക്കെയാണുള്ളതെന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും അങ്ങനെ 4 വർണ്ണത്തോട് കൂടിയതായിട്ടുള്ള ഭഗവാനാഥ 4 വർണ്ണത്തിലുള്ളതായിട്ടുള്ള മൂർത്തികൾ ഉള്ളതുകൊണ്ട് ചതുർമൂർത്തി എന്ന് പറയുന്നു. ഇനി അടുത്ത നാമം ചതുർബാഹു, 4 ബാഹുക്കളോട് കൂടിയവൻ. ഭഗവാൻ 4 ബാഹുക്കളാണല്ലോ സിദ്ധമായിട്ടുള്ളത്. അതുകൊണ്ട് 4 ബാഹുക്കളോട് കൂടിയവനായതുകൊണ്ട് ചതുർബാഹു എന്ന് പേര്. അത് കഴിഞ്ഞാൽ ചതുർവ്യൂഹ, 4 വ്യൂഹങ്ങളോട് കൂടിയവൻ എന്ന്. 4 വ്യൂഹങ്ങൾ ഇവിടെ വ്യാഖ്യാനത്തിൽ പറയണത് ശരീരപുരുഷൻ, ശരീരമാവുന്ന പുരുഷൻ, ഛന്ദസ്സാകുന്ന പുരുഷൻ, ഛന്ദോരൂപിയായിട്ടുള്ള ഭഗവൻ, ശരീരരൂപിയായിട്ടുള്ള ഭഗവൻ, മഹാവിഷ്ണുവിൻ്റെ തുടങ്ങിയതായിട്ടുള്ള രൂപങ്ങൾ, ഛന്ദോരൂപിയായിട്ടുള്ള പുരുഷൻ, ഛന്ദസ് സ്വരൂപമായിട്ടുള്ള മന്ത്രാത്മകനായിട്ടുള്ള പുരുഷൻ. മന്ത്രങ്ങളൊക്കെ ഭഗവാൻ തന്നെയാണ് എന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ വേദപുരുഷൻ എന്ന് പറയുമ്പോൾ അവന്മാരെ വേദങ്ങളൊക്കെ ഭഗവാന്റെ രൂപം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് വേദപുരുഷൻ എന്ന് പറയുന്നു. അതുമാതിരി മഹാപുരുഷൻ എന്നുള്ളത് ഇതിനൊക്കെ എല്ലാം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള മഹാപുരുഷൻ എന്നുള്ളതായിട്ടുള്ള ഒരു സങ്കല്പം. അപ്പം അങ്ങനെ 4 വ്യൂഹങ്ങളെ 4 വ്യൂഹങ്ങളായിട്ട് പറയുന്നത് കൊണ്ട് ചതുർവ്യൂഹ എന്നുള്ളതായിട്ടുള്ള പേര് ഭഗവാന് സിദ്ധിച്ചു എന്ന്. ശരീരപുരുഷൻ, ഛന്ദപുരുഷൻ, വേദപുരുഷൻ, മഹാപുരുഷൻ എന്നുള്ളതായിട്ടുള്ള 4 വ്യൂഹങ്ങളായിട്ടാണ് വ്യാഖ്യാനത്തിലിവിടെ പറയണത്. ഇനി ചതുർഗതി, 4 വർണ്ണങ്ങളിൽക്കും 4 ആശ്രമങ്ങളിലും ഉള്ളവർ, അത് വേണ്ട വിധത്തിൽ അതാത് ആചാരങ്ങളെ സ്വീകരിക്കുന്നവരുടെ ഗതി ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ചതുർഗതി, 4 വർണ്ണങ്ങളുടെയും 4 ആശ്രമങ്ങളുടെയും ഗതി ആയിട്ടുള്ളവൻ, അവർക്കൊക്കെ പ്രാപ്യസ്ഥാനമായിട്ടുള്ളവൻ, അവരെയൊക്കെ വേണ്ട വിധത്തിൽ തന്നിലേക്ക് ആകർഷിക്കുന്നവൻ, നയിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് ചതുർഗതി, 4 ആശ്രമങ്ങളിലും 4 വർണ്ണങ്ങളിലും 4 ജാതികളിലും, ബ്രാഹ്മണ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നുള്ളതായിട്ടുള്ള 4 ജാതികൾ, 4 ആശ്രമങ്ങൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നുള്ളതായിട്ടുള്ള 4 ആശ്രമങ്ങൾ, ഇതിലെല്ലാം ഉള്ള ജനങ്ങളെ, അതാത് കർമ്മങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യുന്നവരെ തന്നിലേക്ക് നയിക്കുന്നു. അവരുടെ എല്ലാം ഗതി ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് ചതുർഗതി എന്നുള്ളതായ നാമധേയം. ചതുരാത്മാ, 4 ആത്മാക്കളോട് കൂടിയവൻ, ചതുരാത്മാ എന്നുള്ളത്. ഒന്ന് 4 ആത്മാവ് എന്ന്, അതല്ലെങ്കിൽ ചതുരമായിട്ടുള്ള ആത്മാവ് ഓടുകൂടിയവൻ എന്ന്. ചതുരമായ, അവിടെ ആത്മശബ്ദത്തിന് മനസ്സ് എന്നാണ് അർത്ഥം. അപ്പോൾ ചതുരാത്മാ കാമക്രോധാദികളൊന്നും ഇല്ലാതെ കണ്ട് ശുദ്ധമായതുകൊണ്ട് മനസ്സ് ശക്തമായിരിക്കും. അങ്ങനെയുള്ളതായിട്ടുള്ള മനസ്സ് ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ ചതുരാത്മാ, അതായത് കാമക്രോധാദികളൊന്നും ഇല്ലാതെ കണ്ട് അതിൽ നിന്നെല്ലാം മുക്തമായിട്ടുള്ള മനസ്സോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ ചതുരാത്മാ എന്ന്. അതല്ലെങ്കിൽ അതായത് ചതുരമായ ആത്മാവോട് കൂടിയവൻ, മനസ്സോട് കൂടിയവൻ എന്ന്. അതല്ലെങ്കിൽ രണ്ടാമത് ഒരർത്ഥം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഈ മനസ്സായിട്ടും ബുദ്ധിയായിട്ടും അഹങ്കാരമായിട്ടും ചിത്തമായിട്ടും ഒക്കെ ഭഗവാൻ ഈ 4ലും കൂടി വ്യക്തമായി തീരുന്നു. നമ്മുടെ മനസ്സിനെ നയിക്കുന്നതും ഭഗവാൻ തന്നെയാണ്, ബുദ്ധിയെ നയിക്കുന്നതും ഭഗവാൻ തന്നെയാണ്, ചിത്തം, അഹങ്കാരം ഇവയെയൊക്കെ നയിക്കുന്നത് ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് ഈ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ സ്വരൂപങ്ങളോട് കൂടിയതായിട്ടുള്ള ഭഗവാനെ ചതുരാത്മാ എന്ന് പറയുന്നു എന്ന്. അങ്ങനെ 2 വ്യാഖ്യാനാണ് ചതുരാത്മാ എന്നുള്ളതിന് കൊടുക്കുന്നത്. ചതുരാത്മാ ചതുർഭാവ, ഇനി 4 ഭാവങ്ങളോട് കൂടിയവൻ എന്ന്. അതായത് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ, ഇത് പുരുഷാർത്ഥങ്ങളാണ്. ഈ പുരുഷാർത്ഥ ചതുഷ്ടയങ്ങൾ 4 പുരുഷാർത്ഥങ്ങളാണ്. ഏത്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം. കാമം എന്ന് പറഞ്ഞാലും അതേ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നുണ്ടല്ലോ, അങ്ങനെയുള്ളതായിട്ടുള്ള ആഗ്രഹങ്ങൾ. ധർമാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനസമ്പാദനത്തിനുള്ളതായിട്ടുള്ള ധനം എന്നില്ല, നമുക്ക് ജീവിക്കാൻ വേണ്ടതായിട്ടുള്ള എന്തായാലും അതിനെയൊക്കെ ഇവിടെ അർത്ഥം എന്നുള്ളത് പദം കൊണ്ട് വിവക്ഷിക്കുന്നു. കാമ മോക്ഷങ്ങൾ, മോക്ഷമുക്തി എന്ന് തന്നെ. ഇങ്ങനെ 4 പുരുഷാർത്ഥങ്ങളാണ്, 4 പുരുഷാർത്ഥങ്ങളാണുള്ളത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന
4 പുരുഷാർത്ഥങ്ങൾ. അപ്പം ഈ 4 പുരുഷാർത്ഥങ്ങളും ഭഗവാനിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നതുകൊണ്ട് ഭഗവാന് ചതുർഭാവ എന്ന പേര്. ഈ 4 പുരുഷാർത്ഥങ്ങളെയും ഭവിപ്പിക്കുന്നു. ഭാവ എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ആരിൽ നിന്നുണ്ടാകുന്നുവോ, ധർമാർത്ഥകാമ മോക്ഷങ്ങളൊക്കെ ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് ഭഗവാന് ചതുർഭാവ എന്നുള്ളതായിട്ടുള്ള നാമം എന്ന്. ഇനി ചതുർവേദവിത്ത്, 4 വേദങ്ങളെയും, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നുള്ളതായ 4 വേദങ്ങളെയും അറിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ വേദങ്ങളുടെ അർത്ഥത്തോടുകൂടി അറിയുക എന്നുള്ളതാണ്. അർത്ഥബോധം കൂടി ഉണ്ടാവണം. വെറുതെ അങ്ങോട്ട് കാണാണ്ട് ഉച്ചരിക്കാൻ പഠിച്ചാൽ പോരാ, ഉച്ചരിച്ചത് കൊണ്ടായില്ല എന്നുള്ളതാണ്. അർത്ഥബോധത്തോടു കൂടി 4 വേദങ്ങളെയും അറിയുന്നവൻ എന്നുള്ളത് കൊണ്ടാണ് ചതുർവേദ വിത്ത്. ചതുർവേദങ്ങളെയും അറിയുന്നവൻ, 4 വേദങ്ങളെയും അവയുടെ അർത്ഥത്തോടുകൂടി അറിയുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ചതുർവേദവിത്ത്. ഇനി അടുത്തത് ഏകപാത്, ഒരേ പാദം ഉള്ളവൻ എന്ന്. ഈ ഭഗവാന് മാത്രം ഈ ഒരേ പാദം, 4 പാദം ഒന്നുമല്ല, 2 പാദം ഒന്നുമല്ല, 4 കൈകളെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒറ്റക്കാലുമ്പിൽ നിൽക്കുക ഭഗവാൻ എന്ന് നമ്മൾ കേട്ടിട്ടില്ല, അല്ലേ? ഒറ്റക്കാലുമ്പിൽ നിൽക്കണമെന്ന് കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഏകപാദ എന്ന് പറയാൻ എന്താ കാരണം? ഒരു കാലുള്ളവൻ, പാദം ഉള്ളവൻ, ഒരു പാദം മാത്രം ഉള്ളവൻ എന്ന്. ഭഗവാന് ആ പ്രപഞ്ചാകാരനായിട്ടുള്ള വിശ്വാത്മകനായിട്ടുള്ള ഭഗവാനെയാണ് അവിടെ ഏകപാദ് എന്ന് പറയണത്. അപ്പോൾ അവിടെ വിശ്വം മുഴുവൻ വ്യാപിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പാദം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? പാദം എന്നുള്ളത് ആധാരമായിട്ട് നമുക്ക് ഉറച്ചു നിൽക്കാനുള്ളതായിട്ടുള്ള വസ്തുവാണ് പാദം, അല്ലേ? ശരീരത്തിനെ ഒരു ദിക്കിൽ സ്ഥിരമായിട്ട് നിർത്തുന്നതായിട്ടുള്ള വസ്തു, അതാണ് പാദം എന്ന് പറയണത്. അതിൻ്റെ ഒരു ആധാരം എന്നോ പറയാം. ഇവിടെ ഭഗവാൻ പ്രപഞ്ചാത്മകനാണ് ഭഗവാൻ. അപ്പോൾ അവിടെ പ്രപഞ്ചാത്മകനായിട്ട് ഭഗവാൻ ഒന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ആ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ഏകപാദ് എന്നുള്ളതായിട്ടുള്ള നാമധേയം. ചതുർമൂർത്തിശ്ചതുർബാഹുശ്ചതുർവ്യൂഹശ്ചതുർഗതി ചതുരാത്മാ ചതുർഭാവശ്ചതുർവേദവിദേകപാദ്